ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാഴ്ച നിയമസഭയിൽ തന്നെയായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് നിയമസഭയിൽ ഉയർന്നു വരും. ഏതായാലും ഇപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. നിയമസഭയിലെ പ്രധാനപ്പെട്ട ഇന്നത്തെ ചലനങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കാനായി. ഷീജ, ഗുഡ് മോർണിംഗ്. സഭ ഇന്ന് ചേരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും സഭയിൽ ഉയർന്നു വരിക? ഒപ്പം തന്നെ ഇന്ന് ചില ബില്ലുകളൊക്കെ സഭയിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും മനു, ഏതായാലും സഭാ സമ്മേളനം ഇന്നിപ്പോൾ, അതായത് ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് സഭ ചേർന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസവും ഇന്ന് സഭ പൂർത്തിയായി കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും ഒക്കെ അവധിയാണ്. അതുകൊണ്ട് ഈ ആഴ്ച പിന്നെ അവധിയുടെ ദിവസങ്ങളാണ്. അതിനുശേഷം വീണ്ടും അടുത്ത തിങ്കളാഴ്ചയായിരിക്കും സഭാ സമ്മേളനം പുനരാരംഭിക്കുക. ഇന്ന് ഏതായാലും സഭ 9 മണിക്ക് ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷം ചില വിഷയങ്ങൾ ഒക്കെ ചോദ്യമായി ഉയർത്തിയിട്ടുണ്ട്. അതിൽ ഒരു വിഷയമെന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെയാണ്. അതിൽ ഏത് രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ മുഖ്യമന്ത്രി മറുപടിയായി നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സഭയിൽ ഉയർന്നു വരുന്ന മറ്റു ചില വിഷയങ്ങളുണ്ട്. അതായത് ഒരു സ്വകാര്യ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചികിത്സാ പിഴവുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചോദ്യോത്തരവേളയിൽ ഉയർന്നു വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയവും ഇന്ന് ശ്രദ്ധ ക്ഷണിക്കലായി ഉയർന്നു വരുന്നുണ്ട്. പ്രധാനപ്പെട്ട 3 ബില്ലുകൾ, കിടപ്പാടം ഉൾപ്പെടെയുള്ള 3 ബില്ലുകൾ, പ്രധാനപ്പെട്ട ബില്ലുകളും സഭയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രതിപക്ഷം നേരിടുന്ന ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം പ്രതിപക്ഷം തുടർച്ചയായി കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയ വിഷയങ്ങൾ സർക്കാർ ചർച്ചയ്ക്കെടുക്കുന്നത് വലിയ തോതിൽ പ്രതിപക്ഷത്തെ ഇതിനകം തന്നെ അങ്കലാപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ മനു, ഈ ഒരു അടിയന്തര പ്രമേയം തീരുമാനിക്കുന്നതിൻ്റെ ഒരു പ്രതിപക്ഷത്തിൻ്റെ രീതി എന്ന് പറയുന്നത് തൊട്ട് തലേ ദിവസം രാത്രിയോടുകൂടി അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതായിരിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി ഈ ഒരു അടിയന്തര പ്രമേയ വിഷയം ഇന്ന് എന്തായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. ഇന്ന് രാവിലെ പോലും നമ്മൾ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു വിഷയം പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിച്ച് കാണിക്കുവാൻ വേണ്ടി അവർക്ക് കഴിയാത്തൊരു വല്ലാത്തൊരു വിഷയ ദാരിദ്ര്യം നിയമസഭയിൽ പ്രതിപക്ഷം അനുഭവിക്കുന്നുണ്ട് എന്നാണോ? അതുകൊണ്ടാണോ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ അവർക്ക് കഴിയാത്തത്? തീർച്ചയായും മനു, കാരണം സംസ്ഥാന സർക്കാർ ഇതിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണെങ്കിൽ ചർച്ച ചെയ്യാം, അതിന്റെ വസ്തുതകളൊക്കെ ജനങ്ങളും അറിയട്ടെ എന്നുള്ളൊരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം കൊണ്ടുവന്ന സംസ്ഥാനത്ത് സാമ്പത്തികമായി തകർച്ചയിലാണ് എന്നുള്ളൊരു വിഷയം, അതിൽ എന്താണ് വസ്തുത എന്നതിൽ ജനങ്ങൾക്കടക്കം ബോധ്യപ്പെടട്ടെ എന്നുള്ളൊരു നിലപാട് ഉള്ളത് കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ അതും ചർച്ചയ്ക്കെടുത്തത്. അതായത് ഈ 15ാം കേരള നിയമസഭയുടെ സമ്മേളന കാലയളവിൽ 17ാമത്തെ അടിയന്തര പ്രമേയമായിരുന്നു കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കെടുത്തത്. ഈ സമ്മേളന കാലയളവിൽ മാത്രം, അതായത് 15ാം കേരള നിയമസഭയുടെ 15ാം സമ്മേളനത്തിലാകട്ടെ 4ാമത്തെ വിഷയവുമാണ് ചർച്ചയ്ക്കെടുത്തത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്കെടുക്കുന്നത് കാരണം പ്രതിപക്ഷത്തിന് വല്ലാത്ത തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയ ദാരിദ്ര്യം നിലനിൽക്കുന്നു എന്നുള്ളതുമാണ്. ഏതായാലും ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി അവർ എത്തിച്ചേർന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരായി ഒരു ചാനൽ ചർച്ചയിൽ BJP നേതാവ് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്, വെടിയുതിർക്കും എന്നുള്ളൊരു പ്രസ്താവന. അതിൽ സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഏതായാലും അതിൽ സർക്കാർ എന്ത് സമീപനം സ്വീകരിക്കുമെന്നുള്ളത് നമുക്ക് കൃത്യമായ രീതിയിൽ ശൂന്യവേളയിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാകുന്നതായിരിക്കും. ഏതായാലും പ്രതിപക്ഷം വല്ലാത്തൊരു അങ്കലാപ്പിൽ തന്നെയാണ് ഇപ്പോൾ സഭാ സമ്മേളന കാലയളവിൽ എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല മനു. ശരി, ഓക്കെ, താങ്ക് യു ഷീജ. ഷീജയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. അതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം അടിയന്തര പ്രമേയം ഇന്ന് ഏത് അവതരിപ്പിക്കണം എന്നതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നതാണ്. കാരണം അവർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ വിഷയങ്ങളും അത് ജനം അറിയേണ്ട വിഷയമാണെങ്കിൽ അത് ചർച്ച ചെയ്യട്ടെ എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ഈ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏകദേശം 17ഓളം അടിയന്തര പ്രമേയങ്ങൾക്കാണ് ചർച്ച അനുവദിച്ചത്. കേരളത്തിലെ ചരിത്രം ആകെയെടുത്താൽ ഏകദേശം 32ഓളം അടിയന്തര പ്രമേയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത്. അതിൽ 17ഉം 2ാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അടിയന്തര പ്രമേയങ്ങളോടും ജനങ്ങൾ അറിയേണ്ട വിഷയമാണെങ്കിൽ അതിനോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനം എന്താണെന്നും. ഒടുവിൽ ഇപ്പോൾ ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശം വരെ സഭയിലേക്ക് അടിയന്തര പ്രമേയമായി ഉന്നയിക്കേണ്ട അവസ്ഥയിലേക്ക് പ്രതിപക്ഷം എത്തി നിൽക്കുന്നു. പക്ഷേ ആ പരാമർശം ഗൗരവതരമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ കേസെടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ പിന്നെ എന്തടിസ്ഥാനത്തിൽ സർക്കാരിനെ അവർക്ക് കുറ്റം പറയാൻ പറ്റും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. സഭയിൽ ഒരല്പസമയത്തിനകം ഇപ്പോൾ 7:45 9 മണിക്ക് സഭ തുടങ്ങും. അപ്പോൾ നമുക്ക് ഏകദേശ ധാരണയിലേക്ക് പോകാൻ കഴിയും.